ഇന്ത്യയിൽ നിന്നെത്തി യുഎഇയിലുടനീളം ബൈക്ക് ടൂർ നടത്തി മലയാളികളടക്കമുള്ള 8-അംഗ സംഘം. ഇത്തരത്തിൽ ഒരു സംഘം ഇന്ത്യയിൽ നിന്നെത്തി യുഎഇയിലുടനീളം ബൈക്ക് യാത്ര സംഘടിപ്പിക്കുന്നത് ഇതാദ്യമായാണ്. ഈ സംഘത്തിൽ 4 വനിതകളായിരുന്നുവെന്നതാണ് യാത്രയെ വ്യത്യസ്തമാക്കുന്നത്. ആദ്യമായി ഇന്ത്യക്ക് പുറത്ത് ബൈക്ക് ഓടിക്കാൻ സാധിച്ചതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു മലയാളികളടക്കമുള്ള റൈഡർമാർ. അപ്രതീക്ഷിതമായാണ് യുഎഇയിലുടനീളം ബൈക്കിലൊരു യാത്ര സാധ്യമായത്. യുഎഇയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെയെല്ലാം സംഘം സഞ്ചരിച്ചു. ദുബായിൽ ഡോ ക്രൂസ് ചെയ്യുന്നതിനിടെയാണ് ബൈക്ക് യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഓൾറെഡി എന്തെങ്കിലും ഒരു റൈഡ് കൊല്ലം എന്തെങ്കിലും ഒരു റൈഡ് വിദേശയാത്ര പോകണം. നമ്മളെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത് നേപ്പാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു കൺട്രികളിൽ അങ്ങനെ പോകാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഇവിടെ ഈ ഒരു ആഡ് കാണുന്നത്. അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യുന്നുണ്ട്. കുറെ ബൈക്ക് റൈഡാണ് അതാണ് ഏറ്റവും ഹൈലൈറ്റ്. അതെ അതെ, അങ്ങനെ ഒരു കിട്ടുന്ന സമയത്ത് അത് വിട്ട് കളയരുതെന്ന് നമുക്ക് തോന്നി. കോണ്ടാക്ട് ചെയ്ത് നമുക്ക് താല്പര്യമുണ്ടെന്ന് അറിയിച്ചു. ആ ഒരു സമയത്ത് തൊട്ട് തന്നെ അവര് എന്തൊക്കെയാണ് വേണ്ടത്, റെഡി ആയോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കൺഫേം ഒക്കെ ചെയ്യും. ഈവൻ ചെക്ക് ഇൻ ചെയ്യുന്ന ആ ഒരു ടൈം വരെ അവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നു, നിങ്ങൾ എത്തിയോ, അങ്ങനെ അവർ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയ റൈഡാണ്. ജനുവരി 31 മുതൽ ഫെബ്രുവരി 4 വരെയായിരുന്നു ബൈക്ക് ടൂർ. ദുബായ്, അബുദാബി, ഫുജേറ, ഹത്ത, കൽബ തുടങ്ങിയ ഇടങ്ങളിലൂടെയെല്ലാം സംഘം സഞ്ചരിച്ചു. യുഎഇയിലെ ഗതാഗത നിയമങ്ങളെല്ലാം പഠിച്ച ശേഷമായിരുന്നു റൈഡിനിറങ്ങിയത്. പോയ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ നമ്മൾ അബുദാബി സിറ്റി ടൂർ ആയിരുന്നു. നമ്മുടെ ഗ്രാൻഡ് മോസ്ക് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ സത്യം പേര് മറന്നുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ദുബൈയിലേക്ക് വന്നു. എവർഗ്രീൻ ആയിട്ടുള്ള നമ്മൾ ബുർജ് ഖലീഫ വിസിറ്റ് ചെയ്തു. അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. പിന്നെ ദുബായ് മോള് പോയി. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് നമ്മൾ യുഎഇയുടെ ഈസ്റ്റ് കോസ്റ്റ് സൈഡ് ആയിട്ടുള്ള നമ്മുടെ ഫുജൈറ, അതുപോലെ തന്നെ ഹത്ത, ഗോർഫഖാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തു. തിരിച്ചു വീണ്ടും ദുബൈയിൽ വന്നു. പാം ജുമേറ പോയി, ബുർജുൽ അറബ് പോയി. യുഎഇയിൽ കണ്ടതെല്ലാം വിസ്മയ കാഴ്ചകളായിരുന്നുവെന്നും റോഡുകൾ അത്ഭുതപ്പെടുത്തിയെന്നും പറയുന്നു സംഘം. ദുബൈനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് സ്കൈലൈൻസിനേക്കാളും കൂടുതൽ എനിക്ക് ഇവിടുത്തെ റോഡാണ് ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ റൈഡ് ബട്ടർ സ്മൂത്ത് ആണ് റോഡ്സ്. ഞാനിങ്ങനെ ഓരോ പാച്ചസ് ഒക്കെ കാണുമ്പോൾ ഞാൻ കുറച്ച് കോൺഷ്യസ് ആയിട്ട് ഓടിക്കാൻ നോക്കും. നമ്മുടെ നാട്ടിൽ അൺഈവൺ ആയിട്ടുള്ള പാച്ചസ് ആണല്ലോ റോഡ് ടാർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അത് സീംലെസ് ആയിട്ട് അവർ ചെയ്തു വെച്ചേക്കുന്നത്. അതേപോലെ ഓരോ ലെയിൻസോ ഇവിടുത്തെ ഡിസിപ്ലിൻ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു അതാണ് ഇല്ലാത്ത. അവർ ലെയിൻ ഡിസിപ്ലിൻ അല്ലെങ്കിൽ നമ്മൾ ലെയിൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ ഇൻക്ലൂഡിങ് ഞാൻ അതൊന്നും ചെയ്യാറില്ല. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ അതൊക്കെ മാറി ഒരു സ്പീഡ്, വാവ്, ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് ഇവിടുത്തെ ഒരു സ്പീഡായിരുന്നു. എട്ട് റൈഡർമാരിൽ 4 പേർ സ്ത്രീകളായിരുന്നു എന്നത് യാത്രയെ കൂടുതൽ വ്യത്യസ്തമാക്കി. യുഎഇയിൽ 700 കിലോമീറ്ററിലേറെ സംഘം സഞ്ചരിച്ചു. ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഇവിടെ ഒന്ന് ബൈക്ക് ഓടിക്കാന്നുള്ളത്. പക്ഷെ അതിന് കുറേ പ്രൊസീജിയറൊക്കെ ഉണ്ട്. ലൈസൻസ്, ഇന്റർനാഷണൽ ലൈസൻസ് വേണം. അത് എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു കുറേ ആൾക്കാർ. അപ്പോൾ ഇവിടുത്തെ ലൈസൻസ് എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ലൈസൻസ് കിട്ടാത്തതുകൊണ്ടാണോ ഞാൻ വിചാരിച്ചു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല, അല്ല ബൈക്ക് ഓടിക്കാൻ പറ്റില്ല. എന്നിട്ടാണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. നമ്മളെ ലൈസൻസ് വെച്ചിട്ട് തന്നെ വരാൻ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെ ഇന്റർനാഷണൽ ലൈസൻസ് എടുത്തു, ഇവിടുന്ന് ഓടിക്കാൻ പറ്റി. സിംഗിൾ വീൽ സൈക്കിൾ 5000 കിലോമീറ്റർ ഓടിച്ച് ശ്രദ്ധേയനായ സനീത്, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ബൈക്ക് റൈഡ് നടത്തിയ മല്ലു റൈഡർ എന്നറിയപ്പെടുന്ന അശ്വതി ഉണ്ണികൃഷ്ണൻ, ഭർത്താവ് വരുൺ, മുഹമ്മദ് ഇർഫാൻ, വൈപ്പർ പൈലറ്റ്, ലൂണ വാനിൽ എന്നീ ഇൻസ്റ്റഗ്രാം പേരുകളിൽ അറിയപ്പെടുന്ന ദമ്പതിമാരും, കൂടാതെ സോളോ ബൈക്ക് റൈഡിലൂടെ ശ്രദ്ധേയയായ അസം സ്വദേശിനി പ്രിയ ഗൊഗോയി, ജയ്പൂർ സ്വദേശിനി ആശ്ലേഷയുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. ലൈഫിൽ ഇത്ര നാൾ വണ്ടി ഓടിച്ചൊരു എക്സ്പീരിയൻസ് അല്ല എനിക്കിപ്പോൾ കിട്ടിയത്.
ഭയങ്കര ഒരു വലിയൊരു എക്സ്പീരിയൻസ്. ഈ ഒരു ഫീൽഡിൽ ഈ ഒരു എന്താ പറയുക കുറേ നാളായിട്ട് മോട്ടോർ സൈക്കിൾ കൾച്ചറിൽ നിൽക്കുന്ന എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിലെ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെ പറയാം, ഇൻ്റർനാഷണലി വന്ന് റൈഡ് ചെയ്യാൻ പറ്റിയത്. ഒറ്റച്ചക്രം മാത്രമുള്ള സൈക്കിളിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സാഹസയാത്ര പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിലാണ് കണ്ണൂർ സ്വദേശി സനീത് UAE-യിലെത്തിയത്. കേട്ടറിഞ്ഞ UAE അല്ല കണ്ടതെന്നും കണ്ടതോടെ ഇനി ഇവിടെ ജീവിച്ചാൽ മതിയെന്നുമാണ് സനീത് പറയുന്നത്. കുളത്തുനിന്ന് വലിയൊരു സമുദ്രത്തിലെത്തിയ ഒരു ഫീലായിരുന്നു. പിന്നെ ഇവിടുത്തെ റൂൾസും എല്ലാം ഭയങ്കരമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ജീവിക്കണം എന്ന് തോന്നിപ്പോയി. പിന്നെ ഇവിടെ ഞാൻ കണ്ടതിലൊരു ഇതെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ പോലും മീൻസ് മാൻമെയ്ഡ് ആയിട്ട് ഇവരെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാട്ടർഫോൾസ് ആണെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം ഉണ്ട് ദുബായ്. ഞാൻ ആദ്യം വിചാരിച്ച വെറും പണിയെടുക്കാൻ വേണ്ടി വരിക, പണിയെടുത്ത് പോകുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ വന്ന് സെറ്റിൽ ആവാൻ മാത്രമേ ഉണ്ട് ദുബായ്. UAE-യിൽ നിന്ന് പരിചയമില്ലാത്തവരും സാധാരണക്കാരുമെല്ലാം കൊടുത്ത പ്രോത്സാഹനത്തിന്റെ സന്തോഷവും ഇവർ പങ്കുവയ്ക്കുന്നു. നാട്ടിൽ ലഭിക്കാത്ത സ്വീകാര്യതയാണ് സംഘത്തിന് ലഭിച്ചത്. അവര് ഭയങ്കര എന്താ വേവ് ചെയ്യുക, നമ്മളടുത്ത് ലൈക്ക് സല്യൂട്ട് ചെയ്യുക, ആൾക്കാർ ഫോട്ടോസ് എടുക്കുക. ഭയങ്കര എനിക്ക് കേരളത്തില് മിസ് ചെയ്തൊരു സാധനം. ഞങ്ങൾ K2K ചെയ്തു, കന്യാകുമാരി ടു ശ്രീനഗർ പോയി വന്നു. വേറൊരു സ്റ്റേറ്റിൽ പോയപ്പോൾ കിട്ടിയ ഒരു റെസ്പെക്ട് എന്നല്ല, എന്നെ റെസ്പെക്ട് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്, ആ ഒരു റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അതെനിക്ക് വെൽക്കമിങ് അതെനിക്ക് കേരളത്തിൽ കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ബൈക്ക് റൈഡ് നടത്തിയതിന്റെ അനുഭവ പരിചയവുമായാണ് അശ്വതിയും വരുണും UAE-യിലേക്ക് എത്തിയത്. എന്നിട്ടും UAE-യിലെ റോഡും ഗതാഗത സംവിധാനവുമെല്ലാം ഇരുവരെയും അത്ഭുതപ്പെടുത്തി. ട്രാഫിക് റൂൾസ് എല്ലാം കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നുവെങ്കിലും ഒരു വട്ടം മാത്രം തെറ്റിയത് വരുണിനെ തെല്ലുകൊഴപ്പിച്ചു. ഒറ്റ തവണ അത് ആദ്യത്തെ ദിവസം ഞങ്ങൾ റൈഡ് തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ ദിവസം അത് നമ്മൾ തിരിച്ച് യൂട്ടേൺ എടുത്തിട്ട് വേണം വരാൻ വേണ്ടിട്ട്. നമ്മൾ യൂട്ടേൺ എടുക്കുന്ന സമയത്ത് സാധാരണ ഇടതുവശത്തേക്കാണ് കയറി വരിക. ഇവിടെ റൂമിലേക്ക് എത്തിയ സമയത്താണ് ഇവരിങ്ങനെ നമ്മള് കേറി പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ലല്ലോ. അവര് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഈ ലൈനിലെ കൂടി പോയി കഴിഞ്ഞാൽ അത് ആക്സിഡന്റ് എല്ലാ കാര്യങ്ങളും ഇവര് ഡെയിലി നമുക്കൊരു ബ്രീഫിംഗ് ഉണ്ടാവും. ഇത്ര സ്പീഡിലായിരിക്കും നമ്മൾ വണ്ടി ഓടിക്കുന്നത്, ഇങ്ങനെ ആയിരിക്കും, ഇന്ന ടെറൈൻ ആയിരിക്കും. അങ്ങനെ ഇവിടുത്തെ നമ്മുടെ എന്താണ് ലീഡ് റൈഡർ ക്യാപ്റ്റനും മാർഷലും ഇവിടുത്തെ ആൾക്കാർ തന്നെയായിരുന്നു. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് അതിനനുസരിച്ച് നമ്മൾ വണ്ടി ഓടിച്ചു. അവരെ ഫോളോ ചെയ്യായിരുന്നു ലിറ്ററലി. വ്യത്യസ്തമായ അനുഭവമാണ് UAE സമ്മാനിച്ചതെന്ന് അശ്വതി പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങളും വൃത്തിയും വീണ്ടും UAE-യിലേക്ക് എത്താൻ ഈ റൈഡറെ പ്രേരിപ്പിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ വലിയൊരു കാര്യമാണ്. ക്ലെൻലിനെസ് നമ്മൾ ഒരു പേപ്പറും ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തത് റോട്ടിലോ അല്ലെങ്കിൽ വാഷ്റൂംസ് ഒക്കെ ഭയങ്കര ക്ലിയർ ആണ്. വേസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും റോട്ടിലില്ല. ഇന്ത്യയിലാകുമ്പോൾ നമുക്കറിയാലോ. ഞാനിങ്ങനെ ഡിഗ്രേഡ് ചെയ്യും നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും എനിക്ക് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ, പക്ഷേ കാര്യങ്ങൾ പറയണല്ലോ. ആ ഒരു ക്ലെൻലിനെസ് എനിക്ക് ഇന്ത്യയിൽ കിട്ടിയിട്ടില്ല. ഇപ്പൊ വാഷ്റൂംസ് ആണെങ്കിലും ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂം. ഐ മസ്റ്റ് സേ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ചില സെലക്ടഡ് പെട്രോൾ പമ്പ്സിൽ മാത്രമാണ് പോകുന്നത്, ക്ലീൻ ആയിട്ടുള്ള നോക്കിയിട്ടുള്ള പെട്രോൾ പമ്പ്സിൽ. പക്ഷെ ഇവിടെ ആകുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല, ടെൻഷന്റെ ആവശ്യമില്ല. റോയൽ എൻഫീൽഡിന്റെ ഇന്ത്യയിലെ റെന്റൽ പാർട്ണറായ റൈഡോൺ ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനിയായ ഡെസ്നാരോയുമായി സഹകരിച്ചാണ് ബൈക്ക് ടൂർ സംഘടിപ്പിച്ചത്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി നമസ്തേ അറേബ്യ ഇടവേളയ്ക്ക് ശേഷം തുടരും.